പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനം ഒരു ദിവസം കൂടി നടത്താൻ കാരുണ്യവാനായ ദൈവം നമുക്ക് നൽകുന്ന ഈ വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് ഇന്നത്തെ ഈ വചന പഠന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം ഈശോ ശാബത്തിൽ രോഗശാന്തി നടത്തിയതിൽ ജെറുസലേമിലുണ്ടായിരുന്ന യഹൂദന്മാർ കോപിക്കുകയും അവർ അതിനെ വളരെ ഗൗരവമായി കണ്ട് ദൈവദൂഷണം യേശുവിൽ ആരോപിച്ച് അവനെ വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു. അവനെ വധിക്കാൻ കൂടുതലായി പരിശ്രമിച്ചു. ഈ സന്ദർഭത്തിൽ യേശു തൻ്റെ വാദഗതികളെ വിശദീകരിക്കുകയാണ്. യേശു പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു വാദഗതി, താനും ദൈവവും പിതാവും ഒന്നാണ്, താൻ പുത്രനാണ്, ദൈവം പിതാവാണ്, പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിക്കുന്നു, എല്ലാം പിതാവ് പുത്രന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അതനുസരിച്ചാണ് പുത്രൻ ചെയ്യുന്നത്. പിതാവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് മരിച്ചവന് ജീവൻ നൽകുക എന്ന പ്രവൃത്തി. അപ്പോൾ അതുകൊണ്ട് ദൈവം ശാബത്തിൽ വിശ്രമിക്കുന്നില്ല, ദൈവം പ്രവർത്തന നിരതനാണ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പോൾ ശാബത്ത് വിശ്രമത്തിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ശാബത്തിൽ ദൈവം പ്രവർത്തന നിരതനാണ്. 7-ാം ദിവസം ദൈവം വിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ അവസാനിപ്പിച്ചു, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനോട് കരുണ കാണിക്കുന്ന, മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന, മനുഷ്യന് ആത്മരക്ഷ പ്രദാനം ചെയ്യുന്ന, മനുഷ്യനെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന, മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു പ്രവൃത്തിക്കും ദൈവം എതിരല്ല. ശാബത്തിൽ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായി കിടന്നുറങ്ങുക എന്നതല്ല ശാബത്തിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ ദൈവത്തിനും ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്കും വേണ്ടി കരുണയോടും സ്നേഹത്തോടും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശാബത്തിൽ വിലയുള്ളതാണ് എന്ന വളരെ വളരെ വിപ്ലവാത്മകമായ ഒരർത്ഥം, ഒരു വിശദീകരണം ശാബത്തിന് യേശു പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് നമ്മെ സംബന്ധിച്ചും ബാധകമാണ്. നമ്മൾ ഞായറാഴ്ച ദിവസം ഒന്നും ചെയ്യാതെ ശാബത്താണ് എന്ന് പറഞ്ഞിരിക്കുക എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ നിത്യജീവനെ സഹായിക്കുന്ന, മറ്റുള്ളവരുടെ നിത്യജീവനെ സഹായിക്കുന്ന, അതുപോലെ തന്നെ മറ്റുള്ളവരെ അടിമത്തങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ശാബത്തിൽ ദൈവം വിലക്ക് കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ ശാബത്തിനെ യേശു റീഡിഫൈൻ ചെയ്യുന്ന, തിരുനാളുകളെ പുനർവായനയ്ക്കും പുനർവിചിന്തനത്തിനും സഹായിക്കുന്ന യേശുവിൻ്റെ ആ വിശദീകരണങ്ങളാണ് നമ്മൾ ഈ അധ്യായങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയുകയാണ്, ഒരു വാചകം ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം, വാക്യം 20-ലാണ് അങ്ങനെ കാണുന്നത്, നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അത്ഭുതപ്പെടത്തക്ക വിധം പുത്രൻ ഇപ്പോൾ നിങ്ങൾ കണ്ട പ്രവൃത്തിയേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നതായി നിങ്ങൾ കാണും. ഇപ്പോൾ നിങ്ങൾ കണ്ട പ്രവൃത്തി ഈ തളർവാദ രോഗിയെ 38 വർഷമായി തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രവൃത്തി പുത്രൻ ചെയ്യുന്നതായി നിങ്ങൾ കാണും. ആ പ്രവൃത്തികളാണ്, ഒന്ന് മരിച്ചവർക്ക് ജീവൻ നൽകുക, അതുപോലെ തന്നെ മരിച്ചവരെ വിധിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, തുടർന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ വായിക്കുന്നത്. പറയുകയാണ്, പിതാവ്, വാക്യം 22, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് മനുഷ്യകുലത്തെ രക്ഷിക്കാനുള്ള നിയോഗം യേശുവിനായിരുന്നത് പോലെ തന്നെ മനുഷ്യകുലത്തെ വിധിക്കാനുള്ള അധികാരവും മനുഷ്യപുത്രനായ യേശുവിനാണ്. ഈ വാക്യം 22-ൻ്റെ ഒരു വിശദീകരണമാണ് 27-ൽ കിടക്കുന്നത്. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിനെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അന്തിമ വിധി നിർവഹിക്കാൻ പോകുന്നത് ദൈവമാണ്, മനുഷ്യനായ ദൈവമാണ്. പിതാവല്ല, പുത്രനാണ്.
പുത്രൻ്റെ പ്രത്യേകത എന്താണ്? പുത്രൻ മനുഷ്യാവതാരം ചെയ്ത മനുഷ്യത്വം ഇപ്പോഴും തൃത്വത്തിലുള്ള, തന്നിലുള്ള പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു എന്ന മനുഷ്യപുത്രനാണ് നമ്മെ വിധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? അതായത് ഗോഡ് റിയലി വാണ്ട്സ് എ ഹ്യൂമൻ ബീയിങ് ടു ജഡ്ജ് ദ ഹ്യൂമൻ ബീയിങ്സ്. ദൈവത്തിന് മനുഷ്യരെ വിധിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടാണ് ആ വിധി ദൈവം നടത്തുന്നത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദൈവം അല്ലെന്നല്ല, മറിച്ച് ദൈവവും മനുഷ്യനുമായ യേശു, മനുഷ്യനായി തീർന്ന യേശു. എന്തുകൊണ്ടാണത്? ഒരു മനുഷ്യനെ വിധിക്കാൻ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയ യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് പുത്രനാണ് വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് ഒരു തരത്തിൽ നമുക്ക് ഈ യഥാർത്ഥത്തിൽ നമ്മൾ വിധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു തരത്തിൽ ഈ യേശുവാണ് നമ്മളെ വിധിക്കുന്നത് എന്നത് നമ്മളെ ഭയപ്പെടുത്തണം, തീർച്ചയായിട്ടും ഭയപ്പെടുത്തണം. കാരണം യേശു നമ്മളെ വിധിക്കും, അവൻ നമ്മെ വിധിക്കാൻ വീണ്ടും വരും. ഒരു വശത്ത് അത് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. കാരണം യേശു നമ്മളെ വിധിക്കും. ഒരിക്കൽ നമ്മൾ അവൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരേണ്ടവരാണ് എന്ന് ആ കോരിന്തോസ് ലേഖനത്തിലെ വചനം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണത്. അതായത് 10-ാമത്തെ വാക്ക് 5:10, 2 കോരിന്തോസ് 5:10, എന്തെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരണം. ആരുടെ ന്യായാസനമാണ്? ക്രിസ്തുവിൻ്റെ ന്യായാസനം. ഇതൊരു തരത്തിൽ നമ്മളെ ഭാരപ്പെടുത്തണം. ഞാൻ ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് വിധി ഏൽക്കാൻ നിൽക്കേണ്ട ഒരാളാണ്. അതും ഇവിടെ പറയുന്നത് എന്താണ്? ശാരീരികതയിൽ ചെയ്ത നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ. നമ്മൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ശരീരത്തിലായിരുന്നപ്പോൾ നമ്മൾ ചെയ്ത നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം സ്വീകരിക്കാൻ ക്രിസ്തുവിൻ്റെ നീതിപീഠത്തിന് മുമ്പിൽ ഒരാൾ വരേണ്ടതുണ്ട്. ഒരു തരത്തിൽ ഇത് ഭയപ്പെടുത്തുകയാണ്, അല്ലെ ഭാരപ്പെടുത്തുകയാണ്. മറുവശത്ത് ഈ സുവിശേഷത്തിൽ വളരെ മനോഹരമായ മറ്റൊരു വചനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇതിനെ യേശുവാണ് വിധിക്കുന്നത് എന്നതിനെ ഒരാശ്വാസമായിട്ട് കണ്ട ഒരു വചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതായത് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ, റോമർ 8-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് 8:31 മുതൽ ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ പുത്രനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ഇത് വളരെ ശ്രദ്ധിച്ചാൽ ഒരു 99% ആളുകൾക്കും യഥാർത്ഥത്തിൽ ഇത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, നമുക്ക് ദൈവം പിതാവ് പുത്രനെ തന്നു. എന്നിട്ട് ആ പുത്രൻ്റെ 2 ദൗത്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്. ചോദിക്കുകയാണ്, നീതീകരിക്കുന്നവൻ ആരാണ്? ആരാണ് നീതീകരിക്കുന്നത്? നമ്മൾ നമ്മുടെ ഒരു പ്രവൃത്തിയാലുമല്ല നീതീകരിക്കപ്പെടുന്നത്. എന്താണ് നീതീകരണം? പിതാവിൻ്റെ മുമ്പിൽ ഒരിക്കൽ യോഗ്യതയോടെ നിന്ന് നിത്യത അവകാശപ്പെടുത്താനുള്ള ആ യോഗ്യതയുടെ പേരാണ് നീതീകരണം. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നാം ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യത, ശ്രേഷ്ഠത പ്രാപിച്ചു എന്നാണ്. നീതീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. ആരാണ് നമ്മളെ അങ്ങനെ പിതാവിൻ്റെ അടുത്ത് മനോധൈര്യത്തോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത്? നീതീകരിക്കുന്നത് ദൈവം തന്നെയാണ്. നീതീകരിക്കുന്നവൻ ദൈവമാണ്. ഇനി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇനി ശിക്ഷ വിധിക്കുന്നത് ആരാ? ഇനി നീതീകരിക്കപ്പെടാത്തവരെ, അല്ലെങ്കിൽ നീതീകരണം കിട്ടാത്തവരെ ശിക്ഷ വിധിക്കുന്നത് ആരാണ്? ഒരു ബന്ധത്തിൽ വേണം നിങ്ങൾ ഈ വാക്യത്തെ മനസ്സിലാക്കാൻ. ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട്, ഒരു സ്നേഹപൂർണ്ണതയിൽ നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആരാണ് ശിക്ഷാവിധി നടത്തുക? ഇനി ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ആരാ ശിക്ഷിക്കാൻ പോണത്? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ആരാണ് ശിക്ഷിക്കാൻ പോകുന്നത്? ആരാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്? നമ്മൾ ഈശോയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മളെ വിധിക്കുന്നത് ഈശോയാണ്. ആരാണ് വിധിക്കുന്നത്? ഈശോയാണ്. ഏത് ഈശോ? എനിക്ക് വേണ്ടി മനുഷ്യനായി, എനിക്ക് വേണ്ടി പാടുപീഡ സഹിച്ച്, എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട്, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുത്തിരുന്ന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശുവാണ് എന്നെ വിധിക്കാൻ പോകുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു ഭയപ്പെടുത്തുന്ന കാര്യമായിട്ടല്ല, ഒരു ആശ്വാസമായിട്ടാണ്. ആ യേശുവിനെ സ്നേഹിച്ച, തുടർന്ന് വരുന്നത് യേശുവിനെ സ്നേഹിച്ച കാര്യമാണ്. കഷ്ടതയോ ക്ലേശമോ പീഡനമോ നഗ്നതയോ ആപത്തോ വാളോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ലെന്നാണ് അടുത്ത വാക്യങ്ങൾ പറയുന്നത്. അങ്ങനെ യേശുവിനെ സ്നേഹിച്ച എന്നെ
യേശു വിധിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. എപ്പോഴും ഓർത്തിരിക്കണം, വെറുതെ നടന്ന ഒരാളെ എന്നല്ല, യേശുവിനെ സ്നേഹിച്ച ഒരാളെ, യേശുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരാളെ യേശു വിധിക്കുകയില്ല എന്നർത്ഥത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? അതുകൊണ്ട് നീതീകരിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും പുത്രനാണ്. ഇത് നമ്മൾ ഒരു തരത്തിൽ, ഒരർത്ഥത്തിൽ നമുക്ക് ഇത് ഭയപ്പാടുണ്ടാക്കണം. നമുക്കൊരു വിധിയുണ്ട്, പക്ഷേ യേശുവിനെ സ്നേഹിച്ചവർ ശിക്ഷാവിധിയിൽ നിന്ന് പുറത്തു വരും. അതുകൊണ്ട് ഈ സുറ മലബാർ കുർബാനയിലെ ആ മനോഹരമായ ഗീതം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നും നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ, എന്നെ കൈക്കൊണ്ട എല്ലാവരുമല്ല, സ്നേഹത്തോടെ, നിർമ്മലതയോടെ, സ്നേഹത്തോടെ എന്നെ സ്നേഹിച്ച, എൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടും അവൻ സ്വർഗം നിശ്ചയമായി. അപ്പോൾ ഇതൊരു പ്രത്യാശയാണ്. പുത്രൻ വിധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിലത് ഭയാനകമായ കാര്യമാണെങ്കിലും മറ്റൊരു വിധത്തിൽ അത് ആശ്വാസജനകമായ ഒരു കാര്യമാണ്. പറയുകയാണ്, പിതാവ് ആരെയും, വാക്യം 22, യോഹന്നാൻ 5:22, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. അതായത് പിതാവിനെ ബഹുമാനിക്കുന്നത്, പിതാവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ പുത്രനെയും ആരാധിക്കേണ്ടതിനാണ് അവിടുന്ന് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? അതായത് പഴയ നിയമത്തിൽ പിതാവിനെ മാത്രമേ ആളുകൾ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ പിതാവിനെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, ദൈവത്തെക്കുറിച്ച്, യഹോവയെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കിട്ടുകയാണ്. ദൈവം എന്ന് പറയുന്നത് തൃത്വമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട്. അതുകൊണ്ട് പിതാവിന് കൊടുത്ത അതേ ആരാധന പുത്രനും പരിശുദ്ധാത്മാവിനും നൽകപ്പെടേണ്ടതിന് പിതാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി, വാക്യം 24, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. നിത്യജീവൻ്റെ ആധാരം പല ആവർത്തി യോഹന്നാൻ ആവർത്തിക്കുന്ന ഒരാശയമാണിത്. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അതായത് തൃത്വവിശ്വാസം രക്ഷയ്ക്ക് അടിയന്തിരമായി, അത്യന്താപേക്ഷിതമായി, അടിസ്ഥാനപരമായി ആവശ്യമുള്ള യോഗ്യതയാണ്. പിതാവിനെ മാത്രം ആരാധിക്കുകയല്ല, ദൈവത്തെ മാത്രം ആരാധിക്കുകയല്ല, പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുക. ത്രിയേക ദൈവവിശ്വാസം രക്ഷയ്ക്ക് അത്യാവശ്യമാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും ഞാനീ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുകയും എന്നെ അയച്ച പിതാവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ വിധിയെക്കുറിച്ച് പറയുന്നത്? വിധി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ പുത്രൻ വിധിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിധിയുടെ മാനദണ്ഡമാണ് ഇവിടെ പറയുന്നത്. വിധിയുടെ മാനദണ്ഡം പുത്രൻ്റെ വചനങ്ങൾ വിശ്വസിക്കുക, പിതാവിനെ വിശ്വസിക്കുക, പിതാവിനെ ആരാധിക്കുക, പുത്രനെ ആരാധിക്കുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, 25-ാമത്തെ വാക്യം, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. മരിച്ചവർ പിതാവിൻ്റെ എന്നല്ല ഇവിടെ പറയുന്നത്, പുത്രൻ്റെ, ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. മരിച്ചവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തളർവാദ രോഗിയെപ്പോലെ മരിച്ചവരും പാപത്തിൽ മരിച്ചു കിടക്കുന്നവരും അതുപോലെ തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോയവരും, ഇവരെല്ലാവരും ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുമ്പോഴാണ് അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നത്. 25, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ
ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ, വാക്യം 26, എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. പിതാവിൻ്റെ മറ്റൊരു ദൗത്യമാണ് ഈ പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ, പിതാവിൻ്റെ ജീവൻ മറ്റൊരാളിൽ നിന്ന് വരുന്നതല്ല. പിതാവിൻ്റെ ജീവൻ പിതാവിൽ നിന്ന് തന്നെ. ദൈവം തന്നാൽ താനായിരിക്കുന്നവൻ. ദൈവത്തിൻ്റെ നിലനിൽപ്പിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടാത്തവൻ. നമ്മൾ നിലനിൽക്കുന്നത് ഒരുപാട് മറ്റ് ഘടകങ്ങളെയും മറ്റ് സാഹചര്യങ്ങളെയും അന്തിമമായ വിശകലനത്തിൽ ദൈവത്തെയും ആശ്രയിച്ചാണ് നമ്മുടെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്. എന്നാൽ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നതിന് ദൈവം സ്വയംഭൂവാണ് എന്നാണ് പറയുന്നത്. സ്വയംഭൂവാണ്. ദൈവം തന്നിൽ തന്നെ, ദൈവത്തിൻ്റെ നിലനിൽപ്പിന് തന്നിൽ തന്നെയാണ് ദൈവത്തിൻ്റെ ആ ജീവൻ്റെ ആധാരം. തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും. അപ്പോൾ അതുകൊണ്ട് സെൽഫ് എക്സിസ്റ്റൻ്റാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. സെൽഫ് എക്സിസ്റ്റൻ്റാണ്. ദൈവം തന്നാൽ നിലനിൽക്കുന്നവനാണ്, മറ്റാരുടെയും സഹായമില്ലാതെ നിലനിൽക്കുന്നവനാണ്. ആ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് പുത്രൻ പറയുകയാണ്, തന്നിൽ തന്നെ പിതാവിന് ജീവനുള്ളതുപോലെ പുത്രനും അങ്ങനെ ജീവനുണ്ട്. പുത്രൻ്റെ ദൈവത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സൂചനയാണിത്. 27, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞാണ്. 28, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. കണ്ടോ, വിസ്മയിക്കത്തക്ക വിധം വലിയ കാര്യങ്ങളും പിതാവ് പുത്രനെ കാണിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ഈ മനുഷ്യനായി നിങ്ങൾ കാണുന്ന ഈ യേശു ഇതെല്ലാം ചെയ്യുന്നതായി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങൾ വിസ്മയിക്കേണ്ട. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പുത്രൻ ചെയ്യാൻ പോവുകയാണ്. ആ വലിയ കാര്യങ്ങളിൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ഇത് അന്ത്യവിധിയെക്കുറിച്ചാണ്. അന്തിമവിധി, അതിനെക്കുറിച്ചുള്ള വാചകമാണ്. കല്ലറകളിലുള്ളവരെല്ലാം പുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഇതിൻ്റെ ഒരു ഉപസംഹാരം പോലെ പറയുന്ന വാക്യമാണ് 30-ാമത്തെ വാക്യം. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ വിധിയെക്കുറിച്ച് യേശു തന്നെ പരാമർശിക്കുന്ന ഒരു വാചകമാണ്. യേശു വിധിക്കാൻ വരും. ആ വിധി പക്ഷപാതപരമല്ല, ആ വിധി നീതിപൂർവകമാണ്. ഇതിനെ ഒരല്പം കൂടി വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് യേശു വിധിക്കുന്നത് നീതിപൂർവകമായ ഒരു വിധിയാണ്. അതിന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് മനുഷ്യൻ വിധിക്കപ്പെടുന്നത് ആത്യന്തികമായി ബൈബിൾ പറയുന്നു മനുഷ്യൻ്റെ പ്രവൃത്തികളാലല്ല എന്ന് പറഞ്ഞാൽ, കുറെ കൂടി ഞാൻ വ്യക്തമായി പറഞ്ഞാൽ, മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികളാലല്ല, മറിച്ച് വിശ്വാസത്താലാണ്. ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് ഒരു മനുഷ്യനും തൻ്റെ സ്വഭാവത്താലുള്ള, തൻ്റെ സഹജവാസനയാലുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടും മനുഷ്യൻ നീതീകരിക്കപ്പെടുകയില്ല. മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി മാത്രമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. തീത്തോസിൽ പറയും, അത് നിങ്ങളുടെ നീതിയുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ടല്ല, മറിച്ച് ദൈവം നമ്മുടെ മേൽ വർഷിച്ച കാരുണ്യവും കൃപയും നിമിത്തമാണ്. അപ്പോൾ ഒരു വ്യക്തി, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തു എന്ന പുത്രനിൽ വിശ്വസിക്കുന്നത് വഴിയായിട്ടാണ്. പുത്രനെയും പുത്രനയച്ച പിതാവിനെയും വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. ഇനി അവിടെ കൊണ്ട് ഈ കഥ അവസാനിക്കുന്നില്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ആ വിശ്വസിക്കുക എന്നതിനകത്ത് പുത്രൻ നമ്മോട് പറഞ്ഞ ഒരു ജീവിത ശൈലി അനുവർത്തിക്കാനുള്ള തീരുമാനമുണ്ട്. ഇവിടെയാണ് അനേകം ആളുകൾക്ക് ഈ വിശ്വാസം വഴിയുള്ള രക്ഷ തെറ്റിപ്പോയത്. വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം അനേകർക്ക് തെറ്റിപ്പോയ ഒരാശയമായി, തെറ്റിപ്പോകാൻ ഇടയാക്കിയ ഒരാശയമായി മാറിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ആശയത്തെ മനസ്സിലാക്കാൻ വന്ന ബുദ്ധിമുട്ടാണ്. എന്താണിത്? നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക.
വിശ്വാസം വഴിയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. നമ്മുടെ രക്ഷ വിശ്വാസം വഴിയാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴിയാണ്. ആ വിശ്വാസം സഭ ത്രന്തോസ് ഉനകദോസ് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ടാക്കിയെടുക്കുന്നതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വചനം പ്രവേശിക്കുമ്പോൾ ആ ഒരു വിശ്വാസം ദൈവമാണ് ഉണ്ടാക്കുന്നത്. ആ ഗ്രേസ് ദൈവമാണ്. ആ ഇനിഷ്യൽ ഗ്രേസ് ദൈവം തന്നാൽ മാത്രമേ നമുക്ക് യേശുവിലേക്ക് തിരിയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളിൽ യേശുവിൽ വിശ്വസിക്കാനുള്ളൊരു കൃപ വർഷിക്കപ്പെട്ടു. ആ വിശ്വാസം എന്ന ആ ദാനത്തിനകത്ത് യേശു അരുളി ചെയ്ത, പഠിപ്പിച്ച ഒരു ജീവിത ശൈലി, കൃത്യമായിട്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പരിപൂർണമായ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ജീവിതശൈലി അനുവർത്തിക്കാനുള്ള ഒരു കൃപ ഈ വിശ്വാസത്തിനകത്തുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് അല്ല. വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമല്ല, ഒരു അറിവല്ല, മറിച്ച് അതൊരു സമർപ്പണമാണ്. താൻ പോകേണ്ടിയിരുന്നത് ഏത് ദേശത്തേക്കാണെന്ന് അറിയാതിരുന്നിട്ടും അബ്രഹാം വിശ്വസിച്ച് യാത്ര തിരിച്ചു. കണ്ടോ, യാത്ര തിരിച്ചു, വിശ്വസിച്ച് വീട്ടിലിരിക്കുകയല്ല. വിശ്വാസത്തിനകത്തൊരു സമർപ്പണമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിനകത്ത് ക്രിസ്തീയ പ്രവൃത്തികൾ ഡിഫോൾട്ടായി, ഇൻബിൽറ്റായി ഉണ്ട്. വിശ്വാസം, ഈ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് ക്രിസ്തീയ പ്രവൃത്തി അതിനകത്ത് തന്നെ ഉണ്ട്. ആ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള സന്നദ്ധതയുണ്ട്. അപ്പോൾ ഒടുവിൽ ദൈവം നമ്മളെ വിധിക്കാൻ പോകുന്നത് ഈ സ്നേഹത്തിൻ്റെ പേരിലാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു, കുടിക്കാൻ തന്നു, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു, പരദേശിയായിരുന്നു, സ്വീകരിച്ചു, കാരാഗ്രഹത്തിലായിരുന്നു, സന്ദർശിച്ചു, രോഗിയായിരുന്നു, വന്ന് കണ്ടു. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചോദിച്ചിട്ടാണ് ഒടുവിൽ നാം വിധിക്കപ്പെടുന്നത്. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വരാൻ നമ്മളെ യേശുവിലുള്ള വിശ്വാസമാണ് സഹായിക്കുന്നത്. യേശുവിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ. യേശുവിൻ്റെ ശരീരരക്തങ്ങൾക്ക് മാത്രമേ സഹായിക്കാൻ പറ്റൂ. അതായത് ഒരാൾക്ക് യേശുവിനെ പോലെ സ്നേഹിക്കാൻ അയാൾ യേശുവിൽ വിശ്വസിക്കണം. യേശുവാണ് എങ്ങനെയാണ് ജീവിക്കണം എന്നതിൻ്റെ മാതൃക. എങ്ങനെയാണ് ജീവിക്കണമെന്ന് ഭൂമിയെ പഠിപ്പിച്ചത് യേശുവാണ്. അങ്ങനെ യേശു പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ പറ്റണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. യേശുവിലുള്ള വിശ്വാസമാണ് യേശുവിൻ്റെ ജീവിതം അനുകരിക്കാൻ സഹായിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്നാണ് ധാർമ്മികത ഉണ്ടാകുന്നത്. വിശ്വസിക്കാത്തവന് ധാർമ്മികത ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വചന പഠനം അവസാനിക്കുമ്പോൾ നമുക്ക് ആഴത്തിൽ പരിശോധിക്കാൻ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എടുത്തിടുകയാണ്. അതായത്, എനിക്ക് യഥാർത്ഥ വിശ്വാസം ഉണ്ടോ? എൻ്റെ വിശ്വാസം എന്നെ, എൻ്റെ സഹജീവികളെ എന്നെ തന്നെ മറന്ന് സ്നേഹിക്കാൻ സഹായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ വിശ്വാസത്തെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് ശ്ലീഹ വിളിക്കുന്നത് ചത്ത വിശ്വാസം എന്നാണ്, നിർജീവമായ വിശ്വാസം എന്നാണ്, ഡെഡ് ഫെയ്ത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ നല്ല വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് യേശുവിനെ ഏറ്റവും നിർമ്മലമായി വിശ്വസിച്ച് ഏറ്റവും നിർമ്മലമായി യേശുവിനെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വിവിധ സാക്ഷികളെക്കുറിച്ചുള്ള യേശുവിൻ്റെ വെളിപ്പെടുത്തലാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതുവരെയും നിങ്ങളെ ദൈവം ആരോഗ്യത്തിലും അതുപോലെ തന്നെ ക്ഷേമത്തിലും സന്തോഷത്തിലും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.